എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുണ്ട്. ആദ്യം മലയാളിയായ മാർ ജോർജ് കൂവക്കാടിന് കർദിനാളായി സ്ഥാനമേറ്റു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചതോടെയാണ് മാർ കൂവക്കാട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരാണ് കർദിനാൾമാരായി സ്ഥാനമേറ്റത്. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുതിയ കർദിനാൾമാർ മാർപ്പാപ്പയോടൊപ്പം കുർബാന അർപ്പിക്കും. ഭാരത കത്തോലിക്ക സഭയുടെ അഭിമാനം വാനോളം ഉയർത്തിയാണ് മാർ ജോർജ് കൂവക്കാട് കർദിനാളായി ഉയർത്തപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ 21-ൽ 20-ാമനായാണ് മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റത്. സിറോ മലബാർ സഭ പാരമ്പര്യത്തിലുള്ള കറുപ്പ് ചുവപ്പ് നിറങ്ങളിലുള്ള തലപ്പാവും മോതിരവും മാർപ്പാപ്പ അദ്ദേഹത്തെ അണിയിച്ചു. George Cuvaccard from the Secretary of State. He is responsible for organising the papal journeys. He's also dressed differently to some of the other cardinals. He's also an Eastern Catholic. He's from the Syro Malabar Church in India. You can see even he's not received the same beretta as the other cardinals, but instead what looks like some headgear from his own tradition. Direzione Principis Apostolorum, direzione tua nell'Ecclesia Rovorare. Ad honorem Dei Omnipotentis, et Sanctorum Apostolorum, Petri et Pauli, tibi committimus diaconia, Santi Antoni Patavini, a circoncisione Papia. In nomine Patris et Filii Spiritus Sancti. മാർ ജോർജ് കൂവക്കാടിനൊപ്പം മറ്റ് 20 പേരെ കൂടി കർദിനാൾ പദവിയിലേക്ക് മാർപ്പാപ്പ ഉയർത്തി. പുതിയ കർദിനാൾമാർ ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ കുർബാന അർപ്പിക്കും. വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായ മാർ ജോർജ് കൂവക്കാട്. കൂവക്കാടും കർദിനാളായി ചുമതലയേറ്റതോടെ മാർപ്പാപ്പയുടെ തിരുസംഘത്തിൽ 3 മലയാളികൾ ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തുടങ്ങിയവരും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ചടങ്ങുകൾക്ക് സാക്ഷികളായി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.